നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചലിൽ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരെ കുത്തിനിറച്ച് സർവീസ് നടത്തുന്നത് നിത്യകാഴ്ചയാകുന്നു. അധികൃതർ നടപടി സ്വീകരിക്കാതെ മൗനം പാലിക്കുന്നതായി ആക്ഷേപം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചലിൽ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരെ കുത്തിനിറച്ച് സർവീസ് നടത്തുന്നത് നിത്യകാഴ്ചയാകുമ്പോഴും അധികൃതർ മൗനം പാലിക്കുന്നതായി ആക്ഷേപം. ഏറം അരീക്കൽ റോഡിൽ ഏറം LP സ്കൂളിന് സമീപത്തെ കലുങ്ക് അപകടാവസ്ഥയിൽ. PWD നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. കൊട്ടാരക്കര അമ്പലപ്പുറത്ത് വൃദ്ധയെ വീടിനുള്ളിൽ വെന്തുമരിച്ച നിലയിൽ കണ്ടെത്തി. കിങ്ങിണിക്ക് മൂന്നാം പ്രസവത്തിൽ ഇരട്ട കുട്ടികൾ. തഴമേൽ ചൂരക്കുളം സ്വദേശി ഷജിലയുടെ പശു കിങ്ങിണിയാണ് ഇരട്ട പ്രസവിച്ചത്. വാപ്പാല ഓടനാവട്ടം റോഡ് തകർന്ന നിലയിൽ. നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്ന പാത ടാർ ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. അഞ്ചലിൽ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരെ കുത്തിനിറച്ച് സർവീസ് നടത്തുന്നത് നിത്യകാഴ്ചയാകുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. അഞ്ചലിൽ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരെ അനുവദനീയമായതിൽ കൂടുതൽ കുത്തിനിറച്ച് സർവീസ് നടത്തുന്നത് പതിവാകുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. അഞ്ചൽ തടിക്കാട് മേഖലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ യാത്രക്കാരെ കുത്തിനിറച്ചാണ് പായുന്നത്. സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളെ അടക്കം കുത്തിനിറച്ചാണ് സ്വകാര്യ ബസ് ഓടുന്നത്. ബസ്സുകളുടെ മരണപ്പാച്ചിലിന് തടയിടാനും എണ്ണത്തിൽ കൂടുതൽ ആളുകളെ കുത്തിനിറച്ച് സർവീസ് നടത്തുന്നത് നിർത്തലാക്കാനും അധികൃതർ നടപടി സ്വീകരിക്കാറില്ല. യാത്രക്കാർ ഏറെയുള്ള അഞ്ചൽ, ഏറം, തടിക്കാട് മേഖലകളിലേക്ക് കൂടുതൽ ബസ്സുകൾ സർവീസ് ആരംഭിച്ചാൽ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊട്ടാരക്കര അമ്പലപ്പുറത്ത് വൃദ്ധ വീടിനുള്ളിൽ വെന്തുമരിച്ചു. പൊന്മാനൂർ ഗംഗാഭവനിൽ വസുമതി അമ്മയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊട്ടാരക്കര അമ്പലപ്പുറത്ത് വീടിനുള്ളിൽ വൃദ്ധ വെന്തുമരിച്ചു. പൊന്മാനൂർ ഗംഗാഭവനിൽ വസുമതിയമ്മ 80 വയസ്സാണ് വീടിനുള്ളിൽ വെന്തു മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയോടെയാണ് സംഭവം. വിധവയായ വസുമതിയമ്മ 17 വർഷമായി ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നത്. വസുമതിയമ്മയുടെ മക്കൾ സമീപത്തു തന്നെ മറ്റ് വീടുകളിലാണ് താമസം. വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത കുടിലിൽ രാത്രിയിൽ മണ്ണെണ്ണ വിളക്കിൽ നിന്നും തീ പടർന്നാണ് അപകടമുണ്ടായത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കിങ്ങിണിയുടെ മൂന്നാം പ്രസവത്തിൽ ഇരട്ട കുട്ടികൾ. തഴമേൽ ചൂരക്കുളം സ്വദേശി ഷെജിലിയുടെ പശു കിങ്ങിണിയാണ് ഇരട്ട പ്രസവിച്ചത്. അഞ്ചൽ തഴമേൽ ചൂരക്കുളം NS മൻസിലിൽ ഷജില നവാസിന്റെ കിങ്ങിണി എന്ന പശുവാണ് മൂന്നാം പ്രസവത്തിൽ ഇരട്ടക്കിടാങ്ങൾക്ക് ജന്മം നൽകിയത്. അപൂർവമായാണ് പശുക്കൾ ഇരട്ട പ്രസവിക്കാറുള്ളതെങ്കിലും കിങ്ങിണിക്കിതൊന്നും പുത്തരിയല്ല. ആദ്യത്തെ എത്ര കുട്ടികളുണ്ടായിരുന്നു? ആദ്യത്തെ ഒരു കുട്ടി. ഇപ്പൊ രണ്ടാമത്തെ പ്രസവം അല്ല, രണ്ടാമത്തേല് മൂന്ന് കുട്ടികൾ. ഇപ്പൊ മൂന്നാമത്തെ പ്രസവം 2 കുട്ടികൾ. ഈ ഏരിയകൾ എങ്ങനെ വേറെ ഇല്ല. എത്ര വർഷമായിട്ട് നിങ്ങൾ ഈ ക്ഷീര? 8 വർഷമായി. ബോർഡ് മെമ്പറാണ്. അഞ്ചൽ സൊസൈറ്റിയുടെ ബോർഡ് മെമ്പറാണ്. എങ്ങനെയുണ്ട് പശു വളർത്തല്? പശു വളർത്തൽ ലാഭകരമാണോ? വലിയ ലാഭകരമാണെന്ന് പറയാൻ പറ്റൂല. കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഉണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഒരു സഹായം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. ഡോക്ടറുടെ ഭാഗത്തു നിന്നൊക്കെ സഹായങ്ങളുണ്ടോ? ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഇപ്രാവശ്യം ഡോക്ടർ വന്നില്ല. അറിയിച്ചിരുന്നു, വന്നില്ല. കഴിഞ്ഞ തവണ വന്നിരുന്നു. വേണ്ട ശുശ്രൂഷകളൊക്കെ കൊടുത്തായിരുന്നു. ഇത്തവണ പ്രാവശ്യം വന്നില്ല. അറിയിച്ചു. പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. സുഖപ്രസവമായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഡോക്ടറിന്റെ സേവനത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ഇതുവരെയും അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോഴേ സഹായത്തിന് വരും. 3 പ്രസവങ്ങളിലായി 6 കിടാങ്ങൾക്കാണ് കിങ്ങിണി ഇതുവരെ ജന്മം നൽകിയത്. രണ്ടാമത്തെ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ച കിങ്ങിണി മുൻപ് മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട്. 8 വർഷമായി പശുവിനെ വളർത്തി വരുന്ന ഷജിലയുടെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയ കിങ്ങിണി പശു ദിനം തോറും 30 ലിറ്റർ പാലും നൽകാറുണ്ട്. പശു ഇരട്ട പ്രസവിച്ചത് മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിച്ചെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച സേവനങ്ങളോടെ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് കൂടാതെ എല്ലാവിധ ആക്സസറീസ് സെയിൽസ് ആൻഡ് സർവീസിംഗ് മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഐഫോൺ, HTC, സോണി, സാംസങ്, നോക്കിയ, പാനാസോണിക്, ലെനോവോ തുടങ്ങിയ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പാരമ്പര്യം, വിശ്വസ്തത, മികച്ച സേവനം. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ഫോൺ 047522755511. മൊബൈൽ 9447334488. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മന ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വാർത്തകൾ തുടരുന്നു. അഞ്ചൽ കൈതാടി അഗസ്തിക്കോട് ലക്ഷം വീട് റോഡിലെ കലുങ്ക് അപകടാവസ്ഥയിൽ. അഞ്ചൽ കൈതാടി അഗസ്തിക്കോട് ലക്ഷം വീട് റോഡിലെ അങ്കണവാടിക്ക് സമീപത്തെ കലുങ്കിന്റെ ഒരു വശം ഇടിഞ്ഞുതാണ് മരണക്കുഴിയായി രൂപപ്പെട്ടിരിക്കുകയാണ്. തകർച്ചയിലായ കലുങ്കും റോഡും പുനർനിർമ്മിക്കണമെന്ന് നിരവധി നാളുകളായി നാട്ടുകാർ ആവശ്യപ്പെടുകയും ചെയ്തു. പരാതികൾ നിരവധി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വീണ് കഴിഞ്ഞാൽ അവർ മരിക്കും. കാര്യം തലകുത്തിയായി വീഴുന്നത്. അത് അധികാരികളെ എത്രയും പെട്ടെന്ന് അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ചെയ്തു തരണം വന്ന്. ഈ ബൈക്കാരാണോ കൂടുതലും? കൂടുതലും ബൈക്കാരാണ്. ഈ രാത്രി വരുമ്പോഴത്തേക്ക് ബൈക്കാർ ഇത് കാണാനൊക്കത്തില്ല, കുഴി കാണാനൊക്കത്തില്ല. പകലാണെങ്കിൽ പിന്നും കാണാം. രാത്രി അങ്ങനെ ഈ കുഴിയിൽ വന്ന് വീഴുന്നത് സംഭവം പതിവാണോ? പതിവ് ഇതുവരെയും വീഴില്ല. പക്ഷേ എപ്പോൾ വീഴും നമുക്ക് പറയാനൊക്കാതിരിക്കുക. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. നിരവധി കുടുംബങ്ങളുടെ ആശ്രയമായ കൈതാടി അഗസ്തിക്കോട് ലക്ഷം വീട് കോളനി റോഡിന്റെ ദുരവസ്ഥയ്ക്ക് അധികൃതർ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഏറം അരീക്കൽ റോഡിൽ ഏറം LP സ്കൂളിന് സമീപത്തെ കലുങ്ക് അപകടാവസ്ഥയിൽ. PWD നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. ഏറം അരീക്കൽ റോഡിൽ ഏറം ഗവൺമെന്റ് LP സ്കൂളിന് സമീപത്തെ കലുങ്ക് അപകടാവസ്ഥയിൽ. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കലുങ്കിന്റെ അടിഭാഗത്ത് ബലക്ഷയം. കലുങ്കിന്റെ അടിവശത്തെ പാറക്കെട്ടുകൾ ഇളകി വീണ നിലയിലുമാണ്. പാലം തകർന്നു കിടക്കുന്നതിൻ്റെ ഒരു ആയിരക്കണക്കിന് കൊച്ചുങ്ങളായില്ലേ വണ്ടിക്കകത്ത് സ്കൂളിൽ പോകുന്നത്. ഏതെങ്കിലും ഒരു വണ്ടിക്ക് ഒരു തകരാറ് പറ്റിയാൽ എത്ര എണ്ണം ചാവുന്നതെന്നറിയാമോ? അത് ഇത്ര പല രീതിയിൽ പറഞ്ഞിട്ട് ആരും ഇത് ശരിയാക്കുന്നില്ല. ബലക്ഷയം സംഭവിച്ചിരിക്കുകയാണോ? ബലക്ഷയം സംഭവിച്ചേക്കുക. ഒരു കാരണവശാലും പോകാനൊക്കത്തില്ല. ബസ്സേ ഇവിടെ വന്ന് പതുക്കെ അനങ്ങിയാൽ പോകുന്ന, വേറെ വഴിയില്ല. സ്കൂളിൽ പോകുന്നതിനുള്ള എളുപ്പ വഴിയില്ല. പല ഏത് നിമിഷവും പൊളിയാന്നുള്ള ഏത് സമയത്തും പൊളിഞ്ഞാൽ ആയിരക്കണക്കിന് കൊച്ചുങ്ങൾ ചിലപ്പോൾ ചത്തുന്നില്ല. പല പ്രാവശ്യം ഇത് അധികാരികളോട് പറഞ്ഞിട്ട് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കലുങ്കിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്ന് വലിയ ഗർത്തവും റോഡിൽ രൂപപ്പെട്ടു. PWD അധികൃതർ വലിയ ഗർത്തത്തിൽ താൽക്കാലികമായി മെറ്റൽ ഉപയോഗിച്ച് നിരത്തിയിട്ടുണ്ടെങ്കിലും ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കലുങ്കിൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. റോഡിന്റെയും കലുങ്കിന്റെയും അപകടാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് പഞ്ചായത്ത് മെമ്പർമാർ ഇത് വന്ന് കണ്ട കാര്യങ്ങളാണ്. ഇത് ഞങ്ങൾ ഒരുപാട് കാലം കൊണ്ട് പറയുന്നതാണ്. ഇത് അവർ വന്ന് നോക്കുക, ശരിയാക്കത്തില്ല. എന്നിട്ട് ഒരു വണ്ടി ചെറിയ ചിപ്സ് ഇവിടെ കൊണ്ടിറക്കി ഇട്ടേക്കുന്ന ഈ കുഴിഞ്ഞെടുത്ത്. ഈ പാലത്തിന്റെ ബലക്ഷയം പഞ്ചായത്തിന്റെ ശ്രദ്ധപ്പെടുത്തിയോ? പഞ്ചായത്തിന്റെ ശ്രദ്ധപ്പെടുത്തിയതായത് അവരൊന്നും ചെയ്യുന്നില്ല. ഇത് അതിന്റെ അടി മൊത്തം പാറക്കല്ലെല്ലാം ഇളകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഏത് നിമിഷവും ബസ്സൊക്കെ പോകുന്ന പിള്ളേരെല്ലാം അതിൽ പോകുന്നത്. ഇതിനെ പൊളിഞ്ഞിരിക്കുന്ന ഒരു പാലവ
വണ്ടികൾ ഒരുപാട് ഇതിലേക്ക് കൂടെ പോകുന്നത്. സർവീസ് ബസ്സും സ്കൂൾ ബസ്സുകളൊക്കെ ഒരുപാട് പോകുന്നുണ്ട്. ഏത് സമയവും ഇത് ഒരു ഗുരുതരാവസ്ഥയിലിരിക്കുന്ന ഒരു പാലമാണ്. നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്ന റോഡിലെ കലുങ്കിന്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികൃതർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വാപ്പാല ഓടനാവട്ടം റോഡ് തകർന്ന നിലയിൽ. നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്ന പാത ടാർ ചെയ്യണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. വെളിയം, ഉമ്മന്നൂർ പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയായ വാപ്പാല ഓടനാവട്ടം റോഡ് നിരവധി വർഷങ്ങളായി തകർന്ന നിലയിലാണ്. നിരവധി KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്ന വാപ്പാല ഓടനാവട്ടം റോഡ് ടാർ ചെയ്ത് തങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലെ ഗട്ടറുകളിലും കുഴികളിലും വീണ ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും സ്ഥിരം കാഴ്ചയാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിന്റെ ദുരവസ്ഥയ്ക്ക് അധികൃതർ പരിഹാരം കാണാൻ ശ്രമിച്ചില്ലെങ്കിൽ സമരരംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. അഞ്ചലിന്റെ ചരിത്രത്തിലാദ്യമായി വിദേശ കലാകാരന്മാരുടെ അത്ഭുത അഭ്യാസ പ്രകടനങ്ങൾ. കാണികളുടെ മനസ്സിൽ വിസ്മയങ്ങളുടെ പൂത്തിരി തീർത്തുകൊണ്ട് ഈ ഓണക്കാലം നിങ്ങളോടൊപ്പം ആഘോഷിക്കുവാൻ ഇതാ ഗ്ലോബൽ സർക്കസ്. അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ഈജിപ്ഷ്യൻ ഹൂല ഹൂല, റഷ്യൻ സിൽക്ക് ഡിയോ, ചൈനീസ് നവാൻ ബാലൻസ്, റോളോ ബോളോ, ലൈറ്റനിങ് ജംഗ്ലിംഗ് തുടങ്ങി ഒട്ടനവധി വിസ്മയ കാഴ്ചകളുമായി ഗ്ലോബൽ സർക്കസ്. ഈ ഓണക്കാലം ഗ്ലോബൽ സർക്കസിനൊപ്പം അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. പുനലൂർ പാലത്തിന്റെ കൈവരികൾ ഉയരം കൂട്ടി പുതുക്കി നിർമ്മിച്ചതിനാൽ ഇവിടെ നിന്നും തൂക്കുപാലം കാണാൻ കഴിയുന്നില്ലെന്ന പരാതി വ്യാപകമാകുന്നു. പുനലൂർ തൂക്കുപാലത്തിന് സമാന്തരമായി ദേശീയപാത കടന്നുപോകുന്ന പാലത്തിന്റെ കൈവരികൾ കാലപ്പഴക്കം മൂലം പലയിടത്തും ഇടിയുകയും വിള്ളലുകൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. തുടർന്ന് ദേശീയപാത അധികൃതർ ഇടപെട്ട് പാലത്തിന്റെ കൈവരികൾ പുതുക്കി നിർമ്മിക്കുകയായിരുന്നു. എന്നാൽ പുതുക്കി നിർമ്മിച്ച കൈവരികൾക്ക് ഉയരം കൂടുതലായതിനാൽ ഇവിടെ നിന്നും തൂക്കുപാലത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുക ഏറെ ശ്രമകരമായി മാറിക്കഴിഞ്ഞു. പുനലൂർ തൂക്കുപാലത്തെ ഏറെ അടുത്തു നിന്നും നോക്കിക്കാണാവുന്ന തരത്തിലായിരുന്നു പഴയ കൈവരികൾ സ്ഥിതി ചെയ്തിരുന്നത്. നിരവധി പേരാണ് ഇവിടെ നിന്നും തൂക്കുപാലം കാണാനും ചിത്രങ്ങൾ എടുക്കാനുമായി എത്തിയിരുന്നത്. ഇതിന്റെ സൈഡിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന പുതിയ കൈവരി ഇത്ര ഉയരക്കൂടുതൽ കാരണം നമുക്കിപ്പം അതിന്റെ ഭംഗി ഇറക്കായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ആ പാലം ഇറക്കായിട്ട് കാണാൻ പറ്റുന്നില്ല. ഈ കൈവരിയിലെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പോരായ്മയാണ്. എന്നാൽ കൈവരികൾക്ക് ഉയരം കൂടിയതിനാൽ തൂക്കുപാലത്തിന്റെ കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ചരിത്ര സംരക്ഷിത സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിനെ തൊട്ടടുത്തു നിന്നും കാണാവുന്ന തരത്തിൽ ദേശീയപാത കടന്നുപോകുന്ന പാലത്തിന്റെ ഒരു വശത്തെ കൈവരികൾക്ക് ഉയരം കുറയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അതീവ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്ന ബ്ലാക്ക്ബെറിയുടെ അത്യാഡംബര ഫോൺ ഇന്ത്യൻ വിപണിയിൽ. 1 ലക്ഷം രൂപ വിലയുള്ള ബ്ലാക്ക്ബെറിയുടെ അത്യാഡംബര ഫോണാണ് കമ്പനി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് ഏറെ സുരക്ഷിതത്വവും ആഡംബരവും നൽകുന്ന പോർഷെ ഡിസൈൻ P9983 എന്ന ഫോണാണ് കമ്പനി ഇന്ത്യൻ വിപണിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഫോണുകളുടെ തള്ളിക്കയറ്റത്തിൽ വിപണിയിൽ വലിയ ക്ഷീണം സംഭവിച്ച ബ്ലാക്ക്ബെറി ഫോണുകൾക്ക് ഒരു തിരിച്ചുവരവാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യയിലെ ഉത്സവ സീസൺ മുമ്പിൽ കണ്ടാണ് ബ്ലാക്ക്ബെറി ഈ ആഡംബര ഫോൺ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. സുരക്ഷിതത്വത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ഫോൺ നിയന്ത്രിക്കാൻ പ്രത്യേക പിൻ നമ്പറാണ് ബ്ലാക്ക്ബെറി നൽകുക. 2GB റാം, 64GB ഇന്റേണൽ മെമ്മറി, 2100 മില്ലി mAh ബാറ്ററി, 8MB പിൻ ക്യാമറ, 2MB മുൻ ക്യാമറയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ 1 ലക്ഷം രൂപ വിലയുള്ള ഈ ഫോൺ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് എത്രത്തോളം സ്വീകാര്യമാകുമെന്ന് ഇനി നമുക്ക് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക്, ADV ന്യൂസ്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചലിൽ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരെ കുത്തിനിറച്ച് സർവീസ് നടത്തുന്നത് നിത്യകാഴ്ചയാകുമ്പോഴും അധികൃതർ മൗനം പാലിക്കുന്നതായി ആക്ഷേപം. ഏറം അരീക്കൽ റോഡിൽ ഏറം LP സ്കൂളിന് സമീപത്തെ കലുങ്ക് അപകടാവസ്ഥയിൽ. PWD നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. കൊട്ടാരക്കര അമ്പലപ്പുറത്ത് വൃദ്ധയെ വീടിനുള്ളിൽ വെന്തുമരിച്ച നിലയിൽ കണ്ടെത്തി. കിങ്ങിണിക്ക് 3ാം പ്രസവത്തിൽ ഇരട്ട കുട്ടികൾ. തഴമേൽ ചൂരക്കുളം സ്വദേശി ഷജിലയുടെ പശു കിങ്ങിണിയാണ് ഇരട്ട പ്രസവിച്ചത്. വാപ്പാല ഓടനാവട്ടം റോഡ് തകർന്ന നിലയിൽ. നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്ന പാത ടാർ ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.